സംസ്ഥാനത്തെ റേഷൻ കട ഉടമകൾക്ക് 70 വയസ്സു കഴിഞ്ഞാൽ ഇനി റിട്ടയർമെന്റ്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ലൈസൻസ് പുതുക്കി നൽകേണ്ട എന്നാണ് നിർദ്ദേശം. നിലവിൽ 70 വയസ്സ് പിന്നിട്ടവർ ലൈസൻസ് അനന്തരാവകാശിക്ക് മാറ്റി നൽകണം. 2026 ജനുവരി 20-നകം ഇങ്ങനെ മാറ്റി നൽകാത്ത ലൈസൻസുകൾ റദ്ദാക്കി പുതിയ ലൈസൻസിയെ നിയമിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. റേഷനിംഗ് കൺട്രോൾ ഓർഡർ പ്രകാരം റേഷൻ വ്യാപാരികൾക്ക് 62 വയസ്സ് പ്രായപരിധി നിശ്ചയിച്ചിരുന്നെങ്കിലും കർശനമാക്കിയിരുന്നില്ല. 2021 KTPTS നിലവിൽ വന്നതോടെ എല്ലാ വ്യാപാരികൾക്കും 5 വർഷത്തേക്ക് ലൈസൻസ് നീട്ടി നൽകി. ആ കാലാവധി 2026 അവസാനിക്കുമെന്നിരിക്കെ പ്രായമേറെയുള്ള വ്യാപാരികൾക്ക് ലൈസൻസ് നീട്ടി നൽകുന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഇത്തരം അപേക്ഷകളിൽ ലൈസൻസ് തൽക്കാലം നീട്ടി നൽകേണ്ടെന്ന് സപ്ലൈ ഓഫീസർമാർക്ക് വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് വ്യക്തത വരുത്തി സർക്കുലർ പുറത്തിറക്കിയത്. പ്രായപരിധി കർശനമാക്കുന്നതോടെ 70 വയസ്സാകും മുൻപേ ലൈസൻസ് കൈമാറിയില്ല എങ്കിൽ റേഷൻ കട ലൈസൻസ് നഷ്ടപ്പെടും. അനന്തരാവകാശിക്കോ 10 വർഷത്തിലേറെ സർവീസ് ഉള്ള സെയിൽസ്മാനോ ആണ് ലൈസൻസ് കൈമാറാനാവുന്നത്. അങ്ങനെ ആരുമില്ലെങ്കിൽ ലൈസൻസ് നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. റേഷൻ കടയിൽ നിന്നുള്ള വരുമാനം മാത്രം ആശ്രയിച്ചു കഴിയുന്ന വയോധികരായ പല വ്യാപാരികളുടെയും ജീവിതം വഴിമുട്ടും. അതേസമയം കേരള റേഷനിംഗ് കൺട്രോൾ ഓർഡർ പ്രകാരം അനുവദിച്ച റേഷൻ കടകൾക്ക് പുതിയ നിബന്ധന ബാധകമാക്കരുതെന്നാണ് റേഷൻ വ്യാപാരി സംഘടനകളുടെ ആവശ്യം. ഇനി അനുവദിക്കുന്ന ലൈസൻസുകൾക്കും KTPTS നിലവിൽ വന്ന ശേഷം 2021 ശേഷം ലൈസൻസ് എടുത്തവർക്ക് മാത്രമേ പ്രായപരിധി നടപ്പാക്കാവൂ എന്ന് വ്യാപാരികൾ ആവശ്യപ്പെടുന്നു.